അയർലൻഡ് അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടി മലയാളി കൊട്ടാരക്കര സ്വദേശിയായ ഫെബിൻ മനോജാണ് അയർലൻഡ് ടീമിൽ ഇടം പിടിച്ചത്. അയർലൻഡിൽ സ്ഥിരതാമസമാക്കിയ ഫെബിൻ ഡബ്ലിനിലെ ഹിൽസ് ക്രിക്കറ്റ് ക്ലബിലെ ഓൾറൗണ്ട് പ്രകടനമാണ് തുണയായത്. ലോകകപ്പ് ടീമിൽ ഇടം നേടിയത് സ്വപ്നതുല്യമായ നേട്ടമാണെന്ന് ഫെബിൻ മനോജ് പ്രതികരിച്ചു. ആഷസ് പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ നിർണായകമായ ഒന്നാം ഇന്നിംഗ്സ് ലീഡെടുത്ത ഓസ്ട്രേലിയ. ഗാബയിൽ രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ ഓസീസിന് 44 റൺസിന്റെ ലീഡാണുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ ബാസ് ബോൾ ശൈലിയിലാണ് ഓസീസ് മറുപടി ബാറ്റ് ചെയ്തത്. നായകൻ സ്റ്റീവ് സ്മിത്തും മാർനസ് ലബുഷൈനും ജേഗ് വേദറാൾഡും ഓസ്ട്രേലിയയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടി. ഇംഗ്ലണ്ടിനായി ബ്രെയ്ഡൻ കാഴ്സ് 3 ബെൻ സ്റ്റോക്സ് 2 വിക്കറ്റ് എടുത്തു. മത്സരം നാളെ രാവിലെ 9:30 പുനരാരംഭിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര നേട്ടവുമായി ഓസ്ട്രേലിയയുടെ മാർനസ് ലബുഷൈൻ. ഡേ നൈറ്റ് ടെസ്റ്റുകളിൽ 1000 റൺസ് നേടുന്ന ആദ്യ താരമായി ലബുഷൈൻ. 16 ഇന്നിംഗ്സുകളിൽ നിന്നാണ് താരം അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. 1023 റൺസാണ് ലബുഷൈന്റെ പേരിൽ ഡേ നൈറ്റ് ടെസ്റ്റിൽ മാത്രമുള്ളത്. 815 റൺസുമായി സ്റ്റീവ് സ്മിത്താണ് രണ്ടാം സ്ഥാനത്ത്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി വേട്ടയ്ക്ക് കാരണം വിമർശകരുടെ സംശയത്തിനുള്ള മറുപടിയെന്ന് മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. അതുല്യമായ മത്സരബുദ്ധിയാണ് കോഹ്ലിക്കെന്നും ടെസ്റ്റിൽ നിന്ന് വിരമിക്കേണ്ടി വന്നതിലെ നിരാശ ഏകദിനത്തിലെ മിന്നും ഫോമിന് കാരണമെന്നും അശ്വിൻ. ഏകദിനത്തിൽ കളിക്കുന്നതിന് മാത്രം താരത്തെ എത്രത്തോളം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന തെളിവാണ് കോഹ്ലിയുടെ വിജയ് ഹസാരെ ട്രോഫിയിലേക്കുള്ള തിരിച്ചുവരവെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടീം സെലക്ഷനെ വിമർശിച്ച മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ ബൌളിംഗ് ഓൾറൗണ്ടറായി ഉപയോഗിക്കേണ്ട താരമായ വാഷിംഗ്ടൺ സുന്ദറിന്റെ പൊസിഷൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഓരോ മത്സരത്തിൽ ഓരോ പരീക്ഷണം നടത്തുമ്പോൾ താരങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുമെന്ന് അശ്വിൻ. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ കളത്തിൽ ഇറങ്ങേണ്ടത് നിതീഷ് റെഡ്ഡിയെ ആണെന്നും ഇതുവരെ എന്തുകൊണ്ട് നിതീഷിനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യവുമായാണ് അശ്വിൻ ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിയെ വിമർശിച്ചത്.